നമ്മുടെ മലയാളികളുടെ ഒഴിച്ചുകറിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഐറ്റയുടെ കീഴിൽ നമ്മളൊന്ന് വന്നിട്ടുള്ളത് എരിവും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു കിണ്ണങ്കാച്ചി മുതല് നമ്മുടെ മാമ്പുളിശ്ശേരി. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തതേ മൂവാണ്ട മാങ്ങ. മാങ്ങ തൊലി കളഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ടിട്ട് പാകത്തിന് വെള്ളവും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അരേശ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അതുപോലെ ഇളക്കി അടപ്പത്തണ്ട് വെച്ചോട്ടാ. സംഭവം ഇതുപോലെ വറ്റി മാങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞാൽ തേങ്ങ അരച്ചതും കൂടി ഒഴിക്കണട്ടെ. ഏതാണ്ട് ഒരു കപ്പ് തേങ്ങയുടെ നമ്മൾ അരച്ചൊഴിച്ചത് തേങ്ങരപ്പ് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചോട്ടാ. പാകത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തോ, എന്തായാലും മാമ്പുളിശ്ശേരിയല്ലേ. അതും കൂടി ചേർത്ത് തള വന്നതിന് ശേഷം നമ്മുടെ കട്ടത്തൈര് ഏതാണ്ട് ഒരു 1.5 കപ്പ് കട്ടത്തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടുണ്ട് ചൂടാക്കി മതി. പിന്നെ തള വരാൻ കാത്തൊക്കെ ചെയ്തിട്ട് കിട്ടിയാൽ പിന്നെ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് പറ്റൽമുളകും കറിവേപ്പിലയും മേൻപൊടിക്ക് കുറച്ച് മുളകും പൊടിയും ചേർത്താൽ നമ്മുടെ കളർ സംഭവം കേട്ടാ. നമ്മുടെ നാടൻ മാങ്ങയുടെ മധുരവും പിന്നെ തൈരിൻ്റെ പുളിയും തേങ്ങരപ്പും കടുകിൻ്റെ കാച്ചിയ മണവും എല്ലാം കൂടിയായിട്ട് നമ്മുടെ ചോറിന് കുഴച്ച് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ഒന്നൊന്നര ഒരു വൈബ് തന്നെ ഇട്ട കിട്ടികളെ.